നമസ്കാരം. രാവിലെ തന്നെ ഒരു വീഡിയോ കണ്ടു. നമ്മുടെ എ റഹീം MP ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. കുറേ ആളത് ഷെയർ ചെയ്യുന്നുണ്ട്. പ്രശ്നത്തിലേക്ക് വരുന്നതിന് മുന്നേ ആ ഷെയർ ചെയ്യുന്ന ഭാഗം മാത്രം നമുക്ക് കേൾക്കാം. Can you the government of Karnataka make a audit in Karnataka city regarding this എന്തെന്നല്ലേ ഇത്? ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പറയേണ്ടത്? ഇങ്ങനെ ഇംഗ്ലീഷ് പറയുന്ന ആള് MP ആയി നമ്മുടെ നാട്ടിലിരിക്കുകയാണല്ലേ. ഈ ഇംഗ്ലീഷ് പറച്ചിലിൻ്റെ പേരിൽ നാട്ടിൽ നീള ആളുകൾ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. ജയശങ്കർ, അഡ്വക്കേറ്റ് A ജയശങ്കർ മുതൽ നമ്മൾ ശ്രീജിത്ത് പണിക്കർ വരെ, അത് കഴിഞ്ഞ് BRM ഷഫീർ വരെ ഫേസ്ബുക്കിൽ ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. സംഘികളും കോൺഗ്രസ്സുകാരും എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെന്നിപ്പോൾ ഇത് ഇങ്ങനെ ഇംഗ്ലീഷ് പറയുന്നത്, ഏടുന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്, എന്തിനാണ് ഇത് പറയാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാണ് അത് യലഹങ്കയിൽ പോയതാണ്. യലഹങ്ക എവിടെയാണ്? കർണാടകത്തിൽ. അവിടെ എന്താ പ്രശ്നം? അവിടെ പാവപ്പെട്ട മനുഷ്യന്മാരെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അവരെ വീട് മുഴുവൻ അവരെ വലിച്ച് പുറത്തിട്ടിട്ട് JCB വന്ന് റെഡിയാക്കി 100-300 മനുഷ്യന്മാർ, 1000-ഓളം കുടുംബങ്ങൾ, മുസ്ലിങ്ങളും ദളിതരും അടങ്ങിയ ഒരു സമൂഹം താമസിക്കുന്നൊരു സ്ഥലത്ത് നിന്ന് കർണാടക, കോൺഗ്രസിൻ്റെ കർണാടക ബുൾഡോസർ വന്ന് ഇടിച്ച് നിരപ്പാക്കി പുറത്തിറക്കിയ. അവരെ നോക്കാൻ ശ്രദ്ധിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഭരണകൂടം കർണാടകമാണ്, ദേശീയ തലത്തിൽ പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. പ്രതികരിക്കില്ലല്ലോ, ഇന്ത്യ മുന്നണിയുടെ നായകത്വത്തിൽ കോൺഗ്രസ്സാണ്. പക്ഷേ അവിടത്തേക്ക് ഇവിടുന്ന് എ റഹീം MP, KT ജലീൽ മുതലായ ചില MP-മാരും MLA-മാരൊക്കെ പോയി. CPM-ൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടുന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അവിടെ പോയിട്ട് എ റഹീം പറയുകയാണ് നമ്മൾ കേട്ട ഇംഗ്ലീഷ്. അത് എ റഹീം പറഞ്ഞ ഇംഗ്ലീഷിൻ്റെ ഒരു ഭാഗം നമ്മളിപ്പോൾ Aയും സംഘമൊക്കെ ലഭ്യമാണല്ലോ. എന്തായാലും ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. ആ ഭാഗത്തിന് ശേഷമുള്ള ഭാഗം കൂടിയുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്തിനാണ് എ റഹീം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് പറഞ്ഞത്? കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ പോയതാണ്. സ്വാഭാവികമായും അറിയാവുന്ന ഭാഷ അത് അറിയാവുന്നതുപോലെ ആളുകളിൽ അവതരിപ്പിക്കുക, പ്രശ്നത്തെ എത്തിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് പരിഹാസത്തിൻ്റെ ആ ലാംഗ്വേജിൻ്റെ പരിമിതിയെ ഒക്കെ നോക്കിക്കൊണ്ട് ഈ പരിഹാസത്തിൻ്റെ ട്രാക്കിലൂടെ പോയി ഞാൻ എത്തിപ്പെട്ടത് ഈ യലഹങ്കയിലെ ആ കാഴ്ചയിലേക്കാണ്. ഈ റഹീം പോയത് അവിടത്തേക്കാണ്. അത് മാക്സിമം ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് അവർ ശ്രമിച്ചു. അതിന് റിസൾട്ട് ഉണ്ടായി. ഒടുവിൽ കേരളത്തിൽ നിന്ന് ഇവിടുന്ന് മുസ്ലിം ലീഗുകാർ മുതൽ കോൺഗ്രസ്സുകാർ വരെയുള്ള ആളുകൾ അവിടെ പോവുകയും ന്യായീകരിക്കുകയും ന്യായീകരണ ഖണ്ഡങ്ങൾ ചമയ്ക്കുകയും ഒടുവിൽ കർണാടക സർക്കാരിന് തന്നെ ഇടപെടാൻ അവിടുന്ന് KC വേണുഗോപാൽ നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറേ കാലം കഴിയുമ്പോൾ, കുറേ ദിവസം കഴിയുമ്പോൾ അവർ പെരുവഴി തന്നെയായിരിക്കും. കർണാടകയിലാണല്ലോ, നമുക്കറിയാം, അവർ പെരുവഴി തന്നെയായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് അവരെ എത്തിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഇംഗ്ലീഷാണ് എന്തായാലും അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ് ഒരേ ഒരു ഏറ്റവും വലിയ ആശ്വാസം. ഇനി എന്താണ് ഈ സാഹചര്യത്തിൽ എ റഹീമിൻ്റെ സ്ഥിതി എന്നുകൂടി നമുക്ക് നോക്കാം. എ റഹീം ഈ വിഷയത്തെക്കുറിച്ച് തൻ്റെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആ പ്രതികരണത്തിന് ശേഷം മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. എന്താണ് ആദ്യം കണ്ട വീഡിയോയുടെ സത്യാവസ്ഥ എന്നുകൂടി നമുക്ക് അറിയാനുണ്ട്. എ റഹീം ഫേസ്ബുക്കിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ഇംഗ്ലീഷിനെ ട്രോളുന്നവരോട് എനിക്ക് ഭാഷാപരമായ പരിമിതികളുണ്ട്, പക്ഷേ മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് ഒരു ഭാഷയേ ഉള്ളൂ. ഭരണകൂട ഭീകരതയുടെ നേർക്കാഴ്ചകൾ തേടിയാണ് അവിടേക്ക് ചെന്നത്. ശബ്ദമില്ലാത്ത, എല്ലാം നഷ്ടപ്പെട്ട 1000-ഓളം ദുർബലരായ ഇരകളെയാണ് ഞങ്ങൾക്ക് അവിടെ കാണാനായത്. ആ യാത്രയെക്കുറിച്ച് ഇപ്പോഴും തികഞ്ഞ അഭിമാനമേ ഉള്ളൂ. അവരുടെ ശബ്ദം ഇന്ന് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നു. ആരും കാണാതെ അവസാനിക്കുമായിരുന്ന കാഴ്ചകൾ ഇന്ന് ലോകം കാണുന്നു. പുനരധിവാസത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. എൻ്റെ ഇംഗ്ലീഷിലെ വ്യാകരണം തിരയുന്നവരോട് ഒരു വെറുപ്പുമില്ല. എൻ്റെ ഭാഷ ഞാൻ തീർച്ചയായും ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്തും. പക്ഷേ ഒരു തെറ്റുമില്ലാതെ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന നിരവധി പേർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. അവരെ ആരെയും ഇവിടെയെന്നല്ല, ബുൾഡോസറുകൾ ജീവിതം തകർത്ത ദുർബലരുടെ അരികിൽ ഒരിടത്തും കണ്ടിട്ടില്ല. എൻ്റെ ഭാഷയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ സർക്കാർ പറഞ്ഞയച്ച ബുൾഡോസറുകൾ തകർത്ത വീടുകളും അതിലെ സാധുക്കളായ കുറേ ഇന്ത്യക്കാരും രെയും നിങ്ങൾ കാണാതെ പോകരുത്. എൻ്റെ ഭാഷയെ ട്രോളുന്ന തിരക്കിൽ ആ ദുർബലരായ മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഇനിയും ശബ്ദമില്ലാത്തവരെ തേടിപ്പോകും, ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് പിടിക്കും എന്നാണ് എ റഹീം പറയുന്നത്. എന്നിട്ട് ഈ ട്രോള് ചെയ്യാൻ ഉപയോഗിച്ച ആ വീഡിയോയുടെ ഒരു ഭാഗത്തിൻ്റെ ശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണം, ഇംഗ്ലീഷ് ഒട്ടുമേ അറിയാത്ത എന്ന ജയശങ്കർ മുതൽ ശ്രീജിത്ത് പണിക്കർ വരെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൻ്റെ ബാക്കി ഭാഗം കൂടി അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പങ്കുവെക്കുന്നുണ്ട്. എനിക്ക് ഇംഗ്ലീഷിൽ പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പങ്കുവെച്ച ആ ഭാഗം കൂടി നമ്മൾ കേൾക്കണം. റഹീംജി, you today you visit to here, you talk to the people. What they said you? Actually they are real victims. This is very unfortunate and unconstitutional activity.
done by the Siddharamaya-led government, Congress-led government. This is quite unfortunate. This is quite unfortunate and unconstitutional. Actually, more than 180 people, 180 houses were vandalized by the bulldozer Raj. So, what is the rational explanation of the state government of Karnataka? So there is no justification. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നത്തിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവ് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഭാഷയൊന്നും ഒരു പരിമിതിയെ അല്ല, അറിയാവുന്ന ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ച് ആ ഇഷ്യൂവിലേക്ക് ശ്രദ്ധ ചെലുത്തുക. അല്ലാതെ 18 ഭാഷകൾ അറിയുന്നവർ മഹാമൗനിയായി ഇരിക്കുന്നതിനേക്കാളും ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അറിയാവുന്നവർ മഹാമൗനത്തിൽ അമരുന്നതിനേക്കാളൊക്കെ നല്ലത് ഇതുതന്നെയാണ്. പണ്ട് ബാബറി മസ്ജിദ് പൊളിക്കാൻ പോയപ്പം ബഹുഭാഷാ പണ്ഡിതനായ 13ഓ 18ഓ ഭാഷ അറിയാവുന്ന നരസിംഹറാവു നോ എന്നൊരക്ഷരം ഇംഗ്ലീഷിലെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഈ ഇന്ത്യക്ക് ഇന്നുണ്ടാകുന്ന ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ നാണക്കേട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അതിനുശേഷം എത്ര സംഭവങ്ങൾ. ബുൾഡോസറുമായി കർണാടകയിലെ ആ കോളനിയിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി നോ അല്ല പറഞ്ഞത്, എസ് ആണ് പറഞ്ഞത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആ ഭാഷ അറിയാമായിരുന്നു. അതുകൊണ്ട് ഭാഷ അറിയുന്നതോ അറിയാത്തതോ അല്ല പ്രശ്നം, ജനങ്ങളുടെ പ്രശ്നത്തിലേക്ക് നമുക്ക് ഇടപഴകാൻ എന്തുമാത്രം കഴിയുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത എന്നതാണ് കാര്യം. മാധ്യമപ്രവർത്തകൻ KJ ജേക്കബിൻ്റെ ഒരു പ്രതികരണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നല്ല തണുപ്പൊക്കെയാണ്, ഡിസംബറായി, ക്രിസ്മസ് പുതുവത്സര സീസണും. വൈകുന്നേരം ക്ലബ്ബിൽ പോയി നല്ല പൊളപ്പൻ ഇംഗ്ലീഷിൽ മോദിജി പുലിയാണ്, അദ്വാനിജി പുപ്പുലിയാണ്, അടൽജി പണ്ടേ സിംഹമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ മോദിജിയുടെ ഒപ്പം ഇരുന്ന് ചായ കുടിക്കാം, നല്ല ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പറയാം. പോരെങ്കിൽ നാട്ടുകാർക്ക് നല്ല വർണ്ണ കലണ്ടർ അടിച്ച് വിതരണം ചെയ്യാം. അല്ലെങ്കിൽ നല്ല ചതുരവടുവിൽ മലയാളം സംസാരിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ കേരളത്തിനിട്ട് പാര പണിയാം. അല്ലെങ്കിൽ ഇതുപോലെ ഒറ്റ രാത്രി കൊണ്ട് ജീവിതത്തിലെ സമ്പാദ്യങ്ങളെല്ലാം, വീട് മാത്രമല്ല ഉടുതുണിയും രേഖകളും തിരിച്ചറിയൽ കാർഡുകളും കളിപ്പാട്ടങ്ങളും അടക്കം നഷ്ടപ്പെട്ട മനുഷ്യരോട് സംസാരിക്കാം. എന്തായാലും അവരുടെ ഭാഷ ഒരു കാരണവശാലും അയാൾക്കറിയില്ല, പക്ഷേ അവർ അയാളോട് സംസാരിച്ചു. അയാൾ ഏതു ഭാഷയിലായാലും ചെയ്ത കാര്യങ്ങൾക്കും നടത്തിയ ഇടപെടലിനും ഫലമുണ്ടാകും. പിന്നെ പത്രക്കാരോട് സംസാരിക്കുന്ന റഹീമിൻ്റെ ഭാഷാശുദ്ധിക്ക് അത് ശുദ്ധി പോരെന്നല്ലേ, അത് അവരങ്ങ് സഹിച്ചു എന്നാണ് KJ ജേക്കബ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇനി ഇതൊക്കെ പറഞ്ഞ റഹീം അടക്കമുള്ള റഹീമിൻ്റെ ഒപ്പം പോയ KT ജലീൽ അടക്കമുള്ള ആളുകളുടെ, ഇതിനെ കുറിച്ച് പ്രതികരിച്ച ആളുകളുടെ ഭാഷ അറിയാതെ പ്രതികരിച്ച, തപ്പിത്തടഞ്ഞു എന്നൊക്കെയാണല്ലോ പറയുന്നത്, അത്തരക്കാരുടെ പ്രതികരണങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായോ എന്നുള്ളതാണ്. KT ജലീൽ അവിടെ സന്ദർശിച്ചതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് കൂടി ഞാൻ വായിക്കാം. അവസാനം കർണാടക സർക്കാരും ലീഗും മലക്കം മറിഞ്ഞു. ചിലർ ഒന്ന് പ്രതികരിക്കുകയോ വിരൽ ചൂണ്ടുകയോ കൈവീശി കളത്തിലിറങ്ങുകയോ ചെയ്താൽ ഏത് കൊലകൊമ്പനും മുട്ടുമടക്കും, ഏത് അനങ്ങാപ്പാറയും അനങ്ങും, ഏത് കേൾക്കാത്തവനും കേൾക്കും, ഏത് കാണാത്തവനും കാണും, ഏതു പോക്കിരിയും കൈകൂപ്പി നിൽക്കും. മൗനത്തിൻ്റെയും നിസ്സംഗതയുടെയും 10 ദിവസങ്ങൾക്ക് ശേഷം കർണാടക സർക്കാർ ഉണർന്നിരിക്കുന്നു. മണ്ണിട്ട് മൂടപ്പെടുമായിരുന്ന ഫക്കീർ നഗറിലെയും വസീം കോളനിയിലെയും 2000-ഓളം മനുഷ്യരുടെ ജീവിതത്തിനും സ്വപ്നങ്ങൾക്കും ചിറകുകൾ മുളച്ചിരിക്കുന്നു. അയൽ സംസ്ഥാനമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ മറ്റൊരു സംസ്ഥാനത്ത് എങ്ങനെ പ്രതിഫലിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ബാംഗ്ലൂരിൽ നടക്കും എന്ന് കരുതപ്പെടുന്ന കർണാടക മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത അടിയന്തര യോഗം. 300 കുടുംബങ്ങളുടെ വീടുകൾ തകർത്തെറിഞ്ഞ് കൊടും തണുപ്പിൽ അവരെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ ഒരു നേതാവ് പോലും കഴിഞ്ഞ 8 ദിവസമായി തിരിഞ്ഞു നോക്കിയിരുന്നില്ല. കോൺഗ്രസ്സുകാരായ കോർപ്പറേഷൻ കൗൺസിലറോ റവന്യൂ വകുപ്പ് മന്ത്രിയായ സ്ഥലം MLAയോ MP-യോ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോ പേരിന് പോലും എത്തി നോക്കാൻ സന്മനസ് കാണിച്ചില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതികരിച്ചു. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് രാജ്യസഭാംഗവുമായ AA റഹീം എത്തി. മുൻ കേന്ദ്രമന്ത്രി CM ഇബ്രാഹിം വിനീതനും സംഭവസ്ഥലം സന്ദർശിച്ചു. അതോടെ കാര്യങ്ങൾ പാടെ മാറി മറിഞ്ഞു. ഞങ്ങൾ മാധ്യമങ്ങളോട് നിജസ്ഥിതി വ്യക്തമാക്കി, അവരത് റിപ്പോർട്ട് ചെയ്തു. അതോടെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് മാറി നിന്ന കോൺഗ്രസ് സർക്കാർ ഉണർന്നു. കുടിയൊഴിക്കപ്പെട്ട ബാംഗ്ലൂരിലെ 300 കുടുംബങ്ങൾക്കും 2000-ഓളം ആളുകൾക്കും തുണയായതിൻ്റെ വളരെയേറെ അഭിമാനമുണ്ട്. കർണാടക സർക്കാരും ലീഗും നിസ്സഹായരായ പാവങ്ങളെ കൈയൊഴിഞ്ഞാൽ കേരള ജനത അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ആ ഓർമ്മ കർണാടക സർക്കാരിനും കോൺഗ്രസിനും ലീഗിനും ഉണ്ടായാൽ അവർക്ക് നല്ലത്. ലീഗിനെ പണിയെടുപ്പിക്കാൻ വടിയെടുത്ത് പിന്നാലെ തന്നെ ഞങ്ങളുണ്ട് എന്നാണ് KT ജലീൽ പ്രതികരിക്കുന്നത്. മനുഷ്യനെ കേൾക്കാൻ ഭാഷ എന്തിനാണ്? അവർക്ക് വേണ്ടി അറിയാവുന്ന ആശയവിനിമയ രീതിയെല്ലാം ഒരു പ്രശ്നം നടക്കുമ്പോൾ ഉപയോഗിക്കണം. അത് ചിലപ്പോൾ ആംഗ്യ ഭാഷയായിരിക്കും. റഹീമിന് അറിയാവുന്ന ഇംഗ്ലീഷിനപ്പുറത്ത് ചിലപ്പോൾ അതുപോലും പോരാന്ന് വന്ന ആംഗ്യ ഭാഷയും കാണിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഭാഷ മെച്ചപ്പെടുന്നവരെ കാത്തിരുന്നെങ്കിൽ എനിക്ക് ഹരിയാനയിലെ നൂഹിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയില്ലായിരുന്നു. എന്നോട് എൻ്റെ പാർട്ടി മണിപ്പൂരിലേക്ക് പോകാൻ പറയുമ്പോൾ മണിപ്പൂരിലെ ജനങ്ങളുടെ അരികിലേക്ക് പോകാൻ ഞാൻ ഭാഷ മെച്ചപ്പെടുത്തിയിട്ട് പോകാം എന്ന് കരുതി ഇരിക്കാൻ കഴിയില്ലല്ലോ. ഈ വാർത്ത അറിഞ്ഞുടനെ തന്നെ DYFIയുടെ സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ച് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ എൻ്റെ ഭാഷ മെച്ചപ്പെടുത്തിയിട്ട് പോകാൻ മാത്രമേ കഴിയില്ലല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ പരിമിതി മനസ്സിലാക്കണം. ഞാൻ ചെന്നു.
ചെന്നപ്പോൾ ഭാഷ അറിഞ്ഞുണ്ടെങ്കിലും അവരുടെ വിഷമത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഭാഷ മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാഷ മനസ്സിലാക്കാൻ അവർക്കും പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷൊന്നും അറിയാത്ത മനുഷ്യരാണ് അവർ. കന്നഡയിലോ ഇല്ലെങ്കിൽ വളരെ അവരുടെ റീജിയണൽ ലാംഗ്വേജ് പ്രാദേശിക ഭാഷകളിലൊക്കെ സംസാരിക്കുന്ന എല്ലാ മനുഷ്യരുടെ മുമ്പിൽ അവർ ചിലരിനോട് പറഞ്ഞു, ആദ്യമായിട്ടാണ് അവർ ഒരു MP അടുത്ത് കാണുന്നതെന്ന് പറഞ്ഞു. അവിടെ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഞാൻ എൻ്റെ AC റൂമിൽ ഇരുന്നോളാം, എനിക്ക് ഹിന്ദി അറിയില്ല, ഞാൻ എൻ്റെ വണ്ടിയിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞ് പിന്മാറേണ്ടവരല്ല രാഷ്ട്രീയ നേതാക്കൾ. അവർക്ക് പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ജ്ഞാനമാണ്, അതിനുള്ള കഴിവാണ്, അലിവാണ്, ദയയാണ് വേണ്ടത്. ആ ദയ ഉള്ളിടത്തോളം ഒരു ഇംഗ്ലീഷും നമുക്ക് തടസ്സമാകില്ല. ആ ഇംഗ്ലീഷിൻ്റെ പേരിൽ കളിയാക്കുന്നവർ ഒടുവിൽ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതുകൊണ്ട് ഇംഗ്ലീഷിലെ കളിയാക്കി യലഹങ്കയിലെ ക്രൂരതയെ മറയ്ക്കാനുള്ള ശ്രമം അത്രയ്ക്കങ്ങ് വിലപ്പോകുന്നതല്ല എന്ന് മാത്രം നമുക്ക് ഓർമ്മിപ്പിക്കാം. നന്ദി, നമസ്കാരം.